Now we will consider two prominent examples of perturbation theory that have been widely exploited during the advancement of scientific development in terms of the atomic theory. Particularly, these experiments were conducted in hydrogen atom. So generally, even in their definition also, we will consider this being defined in the case of hydrogen atom. These are Stark effect and Siemens effect. You already know that the splitting of spectral lines, of course, observed in the case of hydrogen atom under the effect of an applied electric field is called Stark effect, whereas the same occurring under the effect of an applied magnetic field is called Siemens effect. So now we'll consider Stark effect in the viewpoint of perturbation theory. ഇപ്പോൾ സ്റ്റാർക്ക് ഇഫക്റ്റിൽ നമ്മൾ ചെയ്യുക ഹൈഡ്രജൻ ആറ്റത്തിൽ ഇത് പറയുമെങ്കിലും ഏത് ആറ്റത്തിലും ഇത് പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇത് ആദ്യം കണ്ടത് ഹൈഡ്രജൻ ആറ്റത്തിലാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സബ്ജക്റ്റ് മാറ്റർ. അതുകൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ എന്നങ്ങനെ പറഞ്ഞു പോരും. ജനറലി ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ അണ്ടർ ദി ഇഫക്റ്റ് ഓഫ് ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ പെർട്ടർബേഷൻ തിയറിയുടെ വ്യൂ പോയിന്റിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. സോ ഐ എം ഗോയിങ് ടു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു എപ്സിലോൺ Z cap, where Z cap indicate that this is the direction of the field vector E. അപ്പോൾ Z ഡയറക്ഷനിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു ടു എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദി അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ്. അൺപെർട്ടർബ്ഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിലേക്കാണ്. വേറെ രീതിയിലൊന്നും പെർട്ടർബ് ചെയ്തിട്ടില്ലാത്ത എന്നുള്ള മീനിങ്ങിലാണ് അൺപെർട്ടർബ് എന്ന് പറഞ്ഞത്. സോ ഇൻ ദ അൺപെർട്ടർബ്ഡ് കേസ് the Hamiltonian of the hydrogen atom is kinetic energy p²/2m plus potential energy of the electron that the electron will be having because of its attraction towards the nucleus, having one unit positive charge. 1/4πε0, actually I have missed a 0 here. 1/4πε0 E square, ഇലക്ട്രോണിൻ്റെ ചാർജ് E മൈനസ് E, ആ മൈനസ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് E, അങ്ങനെയാണ് ഇവിടെ ഓവറോൾ മൈനസ് വന്നത്, ഡിവൈഡഡ് ബൈ R, where R is the position vector of the electron. To this system we are going to apply this electric field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് സംഭവിക്കാൻ പോകുന്നത് ജനറലി പോളറൈസേഷൻ ആണ് സംഭവിക്കുക. ചാർജ് സെൻറ്റേഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് വിധേയമായിട്ട് കുറച്ചങ്ങ് സെപ്പറേറ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ദിശയിലും നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വിപരീത ദിശയിലും ചലിക്കും. അപ്പോൾ അതിന് ശേഷമുള്ള പൊസിഷൻ വെക്ടർ ആയിട്ടാണ് നമ്മൾ ഈ R എന്നുള്ള പൊസിഷൻ വെക്ടർ പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസും ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന സിസ്റ്റം ഒരു ഡൈപോൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജും ഒരു റേഡിയൽ ഡിസ്റ്റൻസ് R സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ആ ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡുമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിവ് നൽകുന്ന പാരാമീറ്റർ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ ഇഫക്റ്റീവ്ലി ഇറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ or atomic dipole placed in an external electric field. അങ്ങനെ ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിന് ഒരു ടോർക്കാണ് കിട്ടുക. ആ ടോർക്ക് കാരണം അത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേഷണൽ എനർജി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന എനർജി ഇത് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പാരലലോ ആൻറ്റി പാരലലോ ആയിട്ട് ഓറിയൻറ്റ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മുഴുവൻ അതിൻ്റെ അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് അഡീഷണൽ ആയിട്ടൊരു പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടി വരിക. ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഗിവൺ ബൈ -P.E, where P is the electric dipole moment of the hydrogen atom or atomic dipole moment of the hydrogen. അപ്പോൾ അതിൽ വേറെയും പാരാമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഡൈപോൾ മൊമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി വേണം. അത് വേണമെങ്കിൽ അതിനൊരു പോളറൈസബിലിറ്റി വേണം. അപ്പോൾ പോളറൈസബിലിറ്റി ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. Now you look at this electric dipole moment. It is in magnitude it is equal to E into R, where R is a vector, പൊസിഷൻ വെക്ടർ ആണത്. ഇതിൽ E എന്ന് പറയുന്ന പാരാമീറ്റർ ഇലക്ട്രോണിൻ്റെ ചാർജ് വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഈസ് എ വെരി മീഗർ ക്വാണ്ടിറ്റി ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻19.
അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ദിസ് ഇഫക്റ്റീവ്ലി ആക്ട് ആസ് ദി പെർട്ടർബേഷൻ പാരാമീറ്റർ. So the perturbed part of Hamiltonian H prime will be equal to minus P dot E equal to minus ഈ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള മൈനസ് ഇട്ടു. പിന്നെ ഇലക്ട്രോണിൻ്റെ ചാർജാണ് നമ്മൾ ഡൈപോളിന് ഇവിടെ എടുക്കുന്നത്, അപ്പോൾ ഒരു അഡീഷണൽ മൈനസ് ഇട്ടു. ഇൻറ്റു സെപ്പറേഷൻ പൊസിഷൻ വെക്ടർ ആർ എന്നായിട്ടിട്ടു ഡോട്ട് ഇ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് വാനിഷസ് ഇ ആർ ഡോട്ട് E is epsilon z cap, where epsilon is the magnitude of the applied electric field along the z direction. That's equal to, ഇപ്പോൾ മാഗ്നിറ്റ്യൂഡുകളൊക്കെ നമ്മൾ പുറത്ത് എഴുതി, ഇയും എപ്സിലോണും, ബാക്കിയുള്ളത് ആർ ഡോട്ട് ഇസഡ് ആണ്. ആർ ഡോട്ട് സെഡ് ഈസ് സെഡ് ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ആണ്. ഒരു യൂണിറ്റ് വെക്ടറുമായിട്ട് ഒരു വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് കിട്ടുക. ഇപ്പോൾ സെഡ് ക്യാപ്പുമായിട്ട് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ സെഡ് ഡിറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ് കിട്ടുക. നമ്മളതിനെ ഇസഡ് എന്നാണ് എഴുതാറുള്ളത്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നുള്ള ഫോർമാറ്റാണ് എടുത്തതെങ്കിൽ, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ആർ കോസ് തീറ്റ എന്നുള്ളത് ഇസഡ് ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ ആർ കോസ് തീറ്റ ഈക്വൽ ടു ഇ എപ്സിലോൺ ഇസഡ്. ഇവിടെ സെഡ് ക്യാപ്പിലെ സെഡ് ആ മാഗ്നിറ്റ്യൂഡാണ്. സോ ദാറ്റ്സ് എ മാഗ്നിറ്റ്യൂഡ്. So we have now evaluated the perturbed part of the Hamiltonian, that is E epsilon Z. Now we will consider the effect of this electric field in the various states of hydrogen atom. First of all, the ground state, that is n equal to 1 state. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നമ്മൾ n എന്ന് പറയുന്ന സംഗതി. ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 to n-1 ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പേഴ്സ് എൽ പോസിബിൾ ആണ്. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് 2l+1 വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പോസിബിൾ ആണ്. അപ്പോൾ n 1 ആവുന്ന സമയത്ത് എല്ലിൻ്റെ വാല്യൂ 0 to 1-1, ദാറ്റ് ഈസ് 0 ഓൺലി. അങ്ങനെ വരുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 0 മാത്രം. അപ്പോൾ NLM കെറ്റ് NLM എന്ന ഫോർമാറ്റിലാണ് നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ എഴുതാറുള്ളത്. There will be only one wave function representing the ground state or ground state energy, or corresponding to the ground state energy of minus 13.6 electron volt. There is only one wave function which is being represented as a ket 100. Of course, it's a non-degenerate eigenstate. So what we have to apply is the non-degenerate perturbation theory. Non-degenerate perturbation തിയറിയിൽ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജിക്കുള്ള എക്സ്പ്രഷനാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. E100 ഫസ്റ്റ് ഓർഡർ, ദാറ്റ്സ് ഈക്വൽ ടു സ്കാലാർ പ്രൊഡക്റ്റ് NLM പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ദ അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ ആണ് അതിന് എടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് scalar product NLM E epsilon Z ket NLM, that is scalar product 100 E epsilon Z ന് പകരമായിട്ട് നമുക്ക് ആർ കോസ് തീറ്റ എന്ന് എഴുതാം, കെറ്റ് 100. അപ്പോൾ ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ഈ കെറ്റ് 100യുടെ ഫോർമാറ്റ് നമുക്ക് അറിയണം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് ഹോമോജീനിയസ് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒരു റേഡിയൽ പാർട്ടിൻ്റെയും ഒരു സ്പെറിക്കൽ ഹാർമോണിക് പാർട്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണ്. റേഡിയൽ പാർട്ട് RNL ഓഫ് R എന്നാണ് എഴുതുക. അപ്പോൾ N വാല്യൂ L വാല്യൂ 1 0 ആണ്. R10 ഓഫ് R, YLM Y00 ഓഫ് θ, φ. ഇതാണ് റേഡിയൽ പാർട്ട്. എന്നാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഈ റേഡിയൽ പാർട്ട് ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് Y00. സ്പെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1 എന്നുള്ളതാണ്. ലെജൻഡർ പോളിനോമിയൽ വെച്ചിട്ടും e⁻m⁵ എന്നുള്ളത് വെച്ചിട്ടും ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. തീറ്റ പാർട്ട് വരുന്നത് ലെജൻഡർ പോളിനോമിയൽ പാർട്ടാണ്. അത് ലെജൻഡർ ഡിഗ്രി 0 ആവുന്ന സമയത്ത് വാല്യൂ 1 ആണ്. പിന്നെ റേഡിയൽ പാർട്ട് വരുന്നത് അസിമുത്തൽ പാർട്ട് ഫൈ പാർട്ട് വരുന്നത് e⁻m⁵ എന്നാണ്. ഫൈൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് e⁻0, ദാറ്റ്സ് ആൾസോ ഈക്വൽ ടു 1 എന്നാണ് വരിക. ദിസ് ഐ തിങ്ക് യു ഹാവ് സോൾവ്ഡ് ഇൻ യുവർ അനാലിസിസ് ഓൺ ക്വാണ്ടം ഡൈനാമിക്സ് ഇൻ സെമസ്റ്റർ 2. എനിവേ, അപ്പോൾ സ്പെറിക്കൽ ഹാർമോണിക് പാർട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇല്ല. പിന്നെ റേഡിയൽ പാർട്ടാണുള്ളത്. ദിസ് റേഡിയൽ പാർട്ട് ഈസ് 1/√πa³ e⁻⁻r/a.
അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ്റെ വേറെയും പ്രോപ്പർട്ടി നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും. YLM തീറ്റ ഫൈക്ക് ഒരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ടായിരിക്കും. ഒന്നുകിൽ അത് ഓഡ് പാരിറ്റി ആയിരിക്കും. ജനറലി ദാറ്റ് വിൽ ബി ഈക്വൽ ടു -1 റേസ്ഡ് ടു ദ വാല്യൂ ഓഫ് L, ദി ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇവിടെ വരുന്നത് -1/0 എന്നാണ് വരിക. -1/0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, ഇവിടെ Lൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് അപ്പോൾ -1/0 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാരിറ്റി ഈവൻ ആണ്. ഇതിൻ്റെ പവർ 1 ആണെങ്കിൽ വാല്യൂ -1 എന്നാണ് വരിക. അപ്പോൾ പാരിറ്റി ഓഡ് എന്നാണ് പറയേണ്ടി വരിക. അപ്പോൾ സ്പെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണത്, എല്ലായ്പ്പോഴും അതിനൊരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഏത് ക്വാണ്ടം സ്റ്റേറ്റിനും ഒരു പ്രത്യേക പാരിറ്റി ഉണ്ടാവും. ഒന്നെങ്കിൽ അത് ഓഡായിരിക്കും, അല്ലെങ്കിൽ അത് ഈവൻ ആയിരിക്കും. ദിസ് കൺസെപ്റ്റ് വിൽ ബി വൈഡലി യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദിസ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഈ ഇൻ്റഗ്രലിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് അഡ്ജോയിൻ ഗെറ്റ് വെക്ടറും ഗെറ്റ് വെക്ടറിൻ്റെയും സ്വഭാവം പാരിറ്റി, ഒരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓടാണെങ്കിലും ഫംഗ്ഷൻ ഈവനായി മാറും, ഈവൻ ആണെങ്കിലും ഫംഗ്ഷൻ ഈവനായി മാറും. അപ്പോൾ പിന്നെ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ പാരിറ്റി തീരുമാനിക്കുന്നത്, ആ ഫംഗ്ഷൻ ഈവൻ ആണോ ഓടാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു പാർട്ടാണ്. ഇത് ഓടാണെങ്കിൽ ഫംഗ്ഷൻ ഓഡ്, ഇത് ഈവൻ ആണെങ്കിൽ ഫംഗ്ഷൻ ഈവൻ. അപ്പോൾ 6 നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ സിമെട്രിക് ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ തന്നെ പറയാൻ പറ്റും ഈ വാല്യൂ 0 ആണ് എന്നുള്ളത്. എനിവേ വി വിൽ ബി ഇവാലുവേറ്റിംഗ് ഇറ്റ്. Integral 0 to, or we will be proving that this will be vanishing. Integral 0 to infinity അത് r-ൻ്റെ വേരിയേഷൻ ആണ്. Integral 0 to pi അത് തീറ്റയുടെ വേരിയേഷൻ ആണ്. Integral 0 to 2pi അത് ജെനിത്ത് ആംഗിളിൻ്റെ വേരിയേഷൻ ആണ്. ദാറ്റ്സ് ഇൻറ്റു റേഡിയൽ പാർട്ട്. വേവ് ഫംഗ്ഷനകത്ത് ആംഗുലാർ പാർട്ട് ഇല്ല, അപ്പോൾ അതാകെ റേഡിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്ജോയിൻ ഗെറ്റ് സ്പേസ് എന്നത് എടുക്കുമ്പോൾ r* ഇൻറ്റു ഈ എപ്സിലോൺ z ഈ എപ്സിലോൺ r cos തീറ്റ ഇൻറ്റു ഗെറ്റ് NLM ദാറ്റ് ഈസ് ഗെറ്റ് 100 റേഡിയൽ പാർട്ടേ ഉള്ളൂ r ഇൻറ്റു വോളിയം എലമെൻറ്റ് r² സൈൻ തീറ്റ dr d തീറ്റ d∅. പിന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. d∅ ഇൻ്റഗ്രേറ്റ് ചെയ്യാം 0 to 2pi. തീറ്റയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ആറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി r*, പിന്നെ ഈ എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കാം. r ഇൻറ്റു r² ഇൻറ്റു r ഇൻറ്റു dr ദാറ്റ് ഈസ് r* r വിച്ച് ഈസ് r² r³ dr. അത് ഒരു പ്രൊഡക്റ്റ് സീരീസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഫോർമുലയൊക്കെ ഉണ്ട്. ഇൻ്റഗ്രൽ x⁻n dx എന്നും പറഞ്ഞിട്ടുള്ളത് n⁻x⁻n+1 ഒക്കെ ആയിട്ട് എഴുതാം. ഈ പവർ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിലെ തീറ്റ പാർട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് 0 ആയിട്ട് മാറുന്നത് കാണാം. സോ വി വിൽ ബി ഇവാലുവേറ്റിംഗ് ദി തീറ്റ പാർട്ട്. So this is the parameter that is to be evaluated. So consider the theta part. Theta part integral 0 to pi cos theta sin theta d theta. That's equal to integral 0 to pi sin theta d sin theta. d sin theta എന്ന് പറയുന്നത് cos theta d theta ആണ്. അപ്പോൾ ഇതിനെ integral sin theta d sin theta എന്ന് എഴുതാം. Now this is of the form integral u du. Integral u du u²/2 ആണ്. അപ്പോൾ sin² θ/2 in the limit 0 to pi. അപ്പോൾ sin² പൈ കൊടുക്കുക മൈനസ് sin² 0. sin പൈയുടെ വാല്യൂ 0 ആണ്. സോ ദിസ് വിൽ ബി വാനിഷിംഗ്. So the entire integral will be vanishing and we evaluate the first order correction to the ground state energy E1001 equal to 0. That means there is no first order correction in energy in the ground state of hydrogen when an electric field is applied, or there is no first order Stark effect in the ground state of hydrogen. ഇതെല്ലാ എക്സാമിനും ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചിലപ്പോൾ പ്രോബ്ലമൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. വൈ ദർ ഈസ് നോ ഫസ്റ്റ് ഓർഡർ സ്റ്റാർക്ക് ഇഫക്റ്റ് ഇൻ ഹൈഡ്രജൻ. ഷോർട്ട് ആൻസറിലാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈ സ്കാലാർ പ്രൊഡക്റ്റ് 100 E epsilon z E epsilon z get 100. ഇതിനൊരു ഡെഫിനിറ്റ് പാരിറ്റി ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ പാരിറ്റി, ഇൻ്റഗ്രലിൻ്റെ പാരിറ്റി തീരുമാനിക്കുന്നത് ഈ ടേമാണ്. ഈ ടേം ഓഡാണ്. ഓഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമെട്രിക് ലിമിറ്റിൽ 0 ആയിരിക്കും വരുന്നത്. സോ ദിസ് വിൽ ബി വാനിഷിംഗ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഫസ്റ്റ് ഓർഡർ
സ്റ്റാർക്ക് ഇഫക്റ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ n=1 സ്റ്റേറ്റ് ഓർ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് എഴുതി വെക്കാം. ഇനിയപ്പോൾ സെക്കൻഡ് ഓർഡർ കറക്ഷൻ വേണം